Aparna is very confident, you know. നമ്മളിങ്ങനെ വന്ന് നിന്ന് പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഈ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഈ കോൺഫിഡൻസ് വരുന്നത്. നമ്മുടെ ശത്രുവിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും കാണും. സോൾവ് ചെയ്യാവുന്ന ലോകം അവസാനിക്കാൻ പോകുന്നില്ല, നിന്നെ ആരും കൊല്ലാൻ പോകുന്നില്ല, നമ്മൾ രണ്ടുപേരും കരയത്തില്ല കേട്ടോ. മനുഷ്യനെ ജഡ്ജ് ചെയ്യും. അത് എത്ര ഞാൻ ജഡ്ജ് ചെയ്യാറില്ല കേട്ടോ എന്ന് പറഞ്ഞാലും ചെയ്യും. ഞാൻ എല്ലാം പോയി നോക്കും എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല. കലോത്സവത്തിന് കളിക്കുന്ന പോലെയാണോ കല്യാണത്തിന് ആരെങ്കിലും ഡാൻസ് കളിക്കുന്നത്? ആന്റിയെ മാത്രമേ ഇവന് കിട്ടിയുള്ളൂ. നിന്റെ കല്യാണം എന്റെ പൈസ ഞാൻ ഭയങ്കര വായാടിയാ, ഭയങ്കര വായാടിയാ. അപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ എന്നെ കണ്ട മനസ്സിലാവത്തില്ല. ഹലോ എവ്രിവൺ, ദിസ് ഇസ് അനുഷ. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഗസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഷീ ഈസ് എ മിസ് കേരള കണ്ടസ്റ്റന്റ്, എ മോഡൽ, ആൻ ഓൺട്രപ്രന്യൂർ, an influencer, a content creator, an anchor, അങ്ങനെ എല്ലാം. വെൽക്കം അപർണ പ്രേംരാജ്. ഹലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതൊന്നും സ്വന്തമായിട്ട് പറഞ്ഞാൽ മതിയോ? അല്ല, എല്ലാവർക്കും അപർണയെ കാണുന്നത് ഒരു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. എല്ലാവരും ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപർണ ഇസ് വെരി കോൺഫിഡന്റ്, യുനോ, ഫുൾ ഓഫ് ലൈഫ്, ലൈക്ക് വെരി ജെന്യുവൻ. സോ ഹൗസ് ലൈഫ്? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് വേണേ പറയാം. യു ആർ ആക്ച്വലി. അങ്ങനെയല്ല, എല്ലാരും അപ്പൊ ചോദിക്കല്ലോ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുകൊണ്ട് വേണേ പറയാം എന്ന് പറഞ്ഞതാ. ഹൗസ് മാരീഡ് ലൈഫ് ട്രീറ്റിംഗ്? നന്നായിട്ട് പോകുന്നു, നല്ല രസമുണ്ട്, ഭയങ്കര ഫണ്ണാണ്. ഭയങ്കര ഫണ്ണാണ്. അതെ അതെ, ടെൻഷൻ അടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. അർജു ഒരു ഫണ്ണി ആയതുകൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യും ഫണ്ണായിട്ട്. അങ്ങനെ രസമാണ്. ഓക്കെ, സോ അപർണ, ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ആങ്കറിങ്, മോഡലിംഗ്, ഇതിലെല്ലാം വന്നിട്ട് ഒത്തിരി നാളായി. സോ ഇത്രയും നാൾക്കിടയിൽ യു ചേഞ്ച്ഡ് എ ലോട്ട്. മുന്നത്തെക്കാളും നിങ്ങളുടെ പ്രസന്റേഷൻ ആണെങ്കിലും നിങ്ങളുടെ സംസാരിക്കുന്ന രീതി എല്ലാം ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ എന്തൊക്കെയാണ് ഒരു ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ലൈക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു 5.5 വർഷത്തോളം കോർപ്പറേറ്റിൽ ജോലി ചെയ്ത ആളാണ്. അപ്പൊ അതിന്റെ കൂടെയാണ് ഞാൻ ഇനീഷ്യലി കോവിഡ് ടൈമിൽ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഈവൻ ദോ എന്റെ അച്ഛൻ ക്യാമറമാൻ ആയിരുന്നു, അച്ഛൻ ഫീൽഡിലുള്ള ആളായിരുന്നു. എന്റെ റിലേറ്റീവ് ലൈക്ക് പേജൻസിലൊക്കെ ടൈറ്റിൽ വിൻ ചെയ്ത ആളാണ്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഭയങ്കര ആകാംക്ഷ കൂടുതലായിരുന്നു. ആ ആകാംക്ഷ മാത്രമേ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഹൗ ടു ഡു ഇറ്റ് അതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ കോവിഡ് വന്നപ്പോൾ ലക്കിലി ഇൻസ്റ്റഗ്രാമിൽ റീൽസ് വരുന്നു. പിന്നെ ഇന്റർവ്യൂസിന് കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയൊരു ടൈം ആയിരുന്നല്ലോ. കോവിഡിന് ശേഷം ഇന്റർവ്യൂസിനൊക്കെ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധ വന്നു തുടങ്ങിയത്. ആ സമയത്തായിരുന്നു ഞാൻ പാജൻസി, മിസ് കേരള, മിസ് ക്വീൻ കേരള, മിസ് ഡിവയില് ഫൈനൽ ഓഡീഷൻ വരെ ഞാൻ മുംബൈയിൽ വരെ പോയിട്ടുണ്ട്. ആ ടൈമിലാണ് എന്നെ ഒരു ചാനലിൽ ഇങ്ങനെ ആങ്കറിങ്ങിന് വിളിച്ചത്. അപ്പൊ ആങ്കറിങ് വാസ് നോട്ട് ഇൻ മൈ പിക്ചർ അറ്റ് ഓൾ. ലൈക്ക് മോഡലിംഗ് അല്ലെങ്കിൽ ആക്ടിങ് എന്നുള്ളതായിരുന്നു. പക്ഷെ വൈ നോട്ട്? ഞാൻ ഭയങ്കര വായാടിയാ, പറഞ്ഞില്ലേ, ഭയങ്കര വായാടിയാ. അപ്പൊ ലെറ്റ്സ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്ന് തോന്നിയിട്ട് കുറച്ച് പൈസയും കിട്ടും, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് പോയി. അപ്പൊ പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു, ലൈക്ക് ആങ്കറിങ് ചെയ്തത്. കാരണം അറിയാമല്ലോ, നമ്മള് അപ്പുറത്തിരിക്കുന്ന ഒരാളെ കംഫർട്ടബിൾ ആക്കണം, നമ്മൾ നന്നായിട്ട് സംസാരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം നമ്മൾ മനസ്സിൽ കൂടെ ഹാൻഡിൽ ചെയ്തു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള ഫീൽഡിലൊക്കെ പോകുമ്പോഴത്തേക്കിനും കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി. ലൈക്ക് അതായിരിക്കും, ആങ്കറിംഗിലേക്ക് തിരിഞ്ഞതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. പിന്നെ ഫീഡ്ബാക്ക്, ട്രോള്, ക്രിറ്റിസിസം അതൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കിനും റെസ്പോൺസിബിൾ ആവണം എന്ന് പഠിച്ചു. അങ്ങനെയാണ് സ്വന്തമായിട്ട് ഒക്കെ എങ്കിൽ കുറച്ച് സ്വന്തമായിട്ട്, അതായത് ആളുകളുടെ ഫീഡ്ബാക്സ് ഒക്കെ എടുത്ത് എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്വന്തം ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. ആ സമയത്ത് പോഡ്കാസ്റ്റ് വളരെ കുറവായിരുന്നു. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ടാണ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ പോഡ്കാസ്റ്റ് ചാനൽ തന്നെ സ്റ്റാർട്ട്. റൈറ്റ് ടൈമിൽ അത്. അതെ അതെ, ഭയങ്കര ഒരു നിമിത്തം പോലെ സംഭവിച്ചു. പിന്നെ ഇന്റർവ്യൂ ടു പോഡ്കാസ്റ്റ് സ്വിച്ച് വരാനായിട്ടും കുറച്ച് പാടായിരുന്നു. അതും വന്നപ്പോഴത്തേക്കിനും അതും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപർണയ്ക്ക് ഭയങ്കര ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ളൊരു ഇമേജ് ആണുള്ളത്. ഭയങ്കര ജെന്യുവിൻ ആണ് നിങ്ങൾ സംസാരിക്കുന്നതാണെങ്കിലും പോഡ്കാസ്റ്റ് ആണെങ്കിലും ഭയങ്കര തെറപ്യൂട്ടിക് ആണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ജെന്യുനിറ്റി, റൈറ്റ്? അപ്പോ അങ്ങനെ ഇരിക്കുന്ന അപർണയുടെ ബിഹൈൻഡ് ദ സീൻസ് യു വുഡ് ഹാവ് യുനോ ലോട്ട് ഓഫ് ഇൻസെക്യൂരിറ്റീസ് ആൻഡ് അല്ലെങ്കിൽ കുറെ ചാലഞ്ചസ് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ജേർണിയിൽ.
അങ്ങനെ എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസും ചാലഞ്ചസ്? ഡെഫിനറ്റ്ലി ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നമ്മളിങ്ങനെ വന്ന് നിന്ന് പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഈ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഈ കോൺഫിഡൻസ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അപ്പൊ തൊട്ട് ബോഡി ഷേമിങ് ഫേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ത്രൂ ദ ഇയേഴ്സ് ഞാൻ ലൈക്ക് ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞോ മോഡലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാൻ വണ്ണം വെച്ചു. അപ്പൊ 2 ടൈപ്പ് ഓഫ് ബോഡി ഷേമിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ വിത്ത് ദാറ്റ് കോൺഷ്യസ്നെസ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് നമ്മൾ നന്നായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നമ്മൾ അയ്യോ എന്റെ മുഖം ഇങ്ങനെ തടിച്ചിരിപ്പുണ്ടല്ലേ, അല്ലെങ്കിൽ മുഖം ഭയങ്കര ഒട്ടിയിരിപ്പുണ്ടല്ലേ, അങ്ങനെ 2 ഏരിയാസിൽ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടി വരും. പിന്നെ ഞാനിങ്ങനെ ശ്വാസം വിടാതെ വർത്താനം പറയുന്ന ആളാ. അപ്പൊ ഈ കുട്ടി ഒന്ന് ശ്വാസം വിട്ടൂടെ, എനിക്ക് കണ്ടിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറയും. കമന്റ്സ് വരുന്ന അപ്പൊ കമന്റ്സും പിന്നെ ഓരോ ഡിസ്കഷൻസും അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നതാ. ഞാൻ എല്ലാം പോയി നോക്കും, എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് അറിയില്ല, എല്ലാം വിട്ട് നോക്കും. അപ്പോ ഇങ്ങനെ ഓരോന്ന് വായിക്കും. അപ്പൊ നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേനും ശ്വാസം വിടണോ, ഇപ്പോ നേരെ ഇരിക്കണോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ വൺസ് നമ്മൾ ഈ ക്യാമറ റോൾ ചെയ്ത് കഴിഞ്ഞാല് കുറേ നാള് കഴിഞ്ഞ് നിത്യതൊഴിൽ അഭ്യാസം എന്നൊക്കെ പറയുന്ന പോലെ കുറേ നാള് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറകെ ചുറ്റുമുള്ള ആ തോട്ട്സ് എല്ലാം വിടാൻ പഠിക്കും. അതൊരു പ്രാക്ടീസ് ആയി മാറും. എന്നിട്ട് എന്താണോ ഇപ്പൊ ചെയ്യുന്നത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുറകിലേക്ക് ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അല്ലെ ആൺകുട്ടികളും അനുഭവിക്കുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ വന്ന് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഞാനും അനുഭവിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കുക, അതായത് ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ള കാര്യം. ട്രോളും പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശ്രദ്ധിച്ചറിയാൻ പറ്റുമായിരിക്കും. ഏതോ ഒരു റീലിന്റെ ഇടയിൽ ഞാൻ എന്തിനാ ചുണ്ടി ഇങ്ങനെ പിടിക്കുന്നേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അറിയാതെ പിടിച്ചു പോകുന്നതായിരിക്കും ചുണ്ട്. നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അപ്പോ അത് ഭംഗിയായിട്ട് തോന്നിയതിന്റെ പേരിലായിരിക്കും അങ്ങനെ ചുണ്ട്. അല്ലെങ്കിൽ കണ്ണ് എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്, ഈ കുട്ടിക്ക് ഡൈസൺ ഇല്ലേ, ഇവക്ക് മര്യാദയ്ക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തൂടെ, അന്ന് എനിക്ക് സമയമില്ലായിരുന്നു ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ ചിന്ത വരുന്നത്. അപ്പൊ ഓരോ കാര്യവും നോട്ടീസ് ചെയ്യുന്നുണ്ട് ആളുകൾ. പക്ഷെ അതില് അപ്പൊ എല്ലാം ഇൻസെക്യൂരിറ്റീസ് ആണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അർജുനായിട്ടുള്ള റിലേഷൻഷിപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനേക്കാളും പ്രായം തോന്നുന്നു, ഈ ആന്റിയെ മാത്രമേ ഇവന് കിട്ടിയുള്ളൂ. അപ്പൊ ആണോ ഇനി അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പിന്നെ എന്റെ കല്യാണത്തിന് ഞാൻ ഒരുങ്ങിയ രീതി കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മേജർ ആളുകൾ ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞു. ഒരു 25% ആളുകൾ ഉണ്ടായിരുന്നു ഭയങ്കര വൃത്തികേടായി പോയി, ഭയങ്കര ഏജ് തോന്നിക്കുന്നു, എന്താ മറ്റേ കലോത്സവത്തിന് കളിക്കുന്ന പോലെയാണോ കല്യാണത്തിന് ആരെങ്കിലും ഡാൻസ് കളിക്കുന്നത് എന്നൊക്കെ. എന്റെ കല്യാണം എന്റെ പൈസ ഞാൻ കളിക്കണം, അങ്ങനെ ഒരു ചിന്ത പിന്നീടാണ് വന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു 2 weeks ഈ ക്രിറ്റിസിസം കിട്ടുന്ന സമയത്ത് എന്റെ കല്യാണം അല്ലേ, എന്തിനാ ആളുകൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാനൊന്ന് ആഘോഷിച്ച് എൻജോയ് ചെയ്തൊന്നല്ലേ ഉള്ളു, ഹാപ്പി ആയിട്ട് സന്തോഷിച്ചോട്ടെ. അതെ, അങ്ങനെ ഭയങ്കര വിഷമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞൊരു 3 days കഴിഞ്ഞപ്പോ തന്നെ അർജുൻ പുള്ളിയുടെ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഞാനും പട്ടിക്കുട്ടിയും മാത്രം വീട്ടിൽ ഈ ചിന്തകളും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയി പോയി. അപ്പൊ ഭയങ്കര വിഷമായിരുന്നു. ലൈക്ക് വെറുതെ ഇരുന്ന് കരയുക, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവരും ഇപ്പം ഞാനൊരു ആങ്കർ എന്നുള്ളതിനുപരി അർജുന്റെ വൈഫാണ് എന്നുള്ള പെർസ്പെക്റ്റീവിലും കൂടെ നോക്കി ക്രിറ്റിസിസം കൂടുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇതിങ്ങനെ കണ്ടു വന്നപ്പോഴത്തേക്ക് ഞാൻ കമന്റ്സ് പിന്നെ എടുത്തു നോക്കി കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ നോക്കിയപ്പോ എല്ലാവരും എന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അതിന്റെ അടിയിൽ, ഇവരിങ്ങനെ ഇടുന്ന കമന്റ്. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഓർക്കാൻ തുടങ്ങി, കളിയാക്കുന്നവര് കളിയാക്കും, എൻഡ് ഓഫ് ദ ഡേ ചെറുക്കൻ എന്റെ വീട്ടിലിരിക്കും, പിന്നെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഇവര് പറയുന്നത് കേട്ടിട്ട് വിഷമിക്കുന്നത്? ഞാൻ എന്റെ ജോലി നന്നായിട്ട് ചെയ്യുക. എന്റെ ജോലി ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് കൊണ്ട് എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള ഇമ്പാക്ട് സൊസൈറ്റിക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ എന്റെ ഭർത്താവിന് എന്നേക്കാൾ പ്രായക്കുറവ് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറ്റാൻ പറ്റില്ല. അതെ. അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് വരുന്ന സമയത്ത് അത് എടുക്കാറുണ്ട്. ആദ്യം കുറച്ച് ദേഷ്യം വരും, എനിക്ക് വേറെ പണിയില്ലല്ലോ, പിന്നെ അങ്ങനല്ലല്ലോ നമ്മൾ ചിന്തിക്കണമല്ലോ എന്നൊക്കെ തോന്നും. കാരണം നമ്മളും എല്ലാവരെയും ജഡ്ജ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാ മനുഷ്യനെ ജഡ്ജ് ചെയ്യും. അത് എത്ര ഞാൻ ജഡ്ജ് ചെയ്യാറില്ല കേട്ടോ എന്ന് പറഞ്ഞാലും ചെയ്യും മനസ്സിൽ. അപ്പൊ നമ്മളും
തിരിച്ച് ചിന്തിക്കുക, നമ്മളൊരു ഓഡിയൻസ് ആയിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മാറ്റിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുമല്ലോ. അങ്ങനെ മാറ്റിയ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ വെച്ചാൽ ഈ ഹെയർ സ്റ്റൈൽ മാറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറെയൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ആളെ ആൻസർ പറയുമ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ആദ്യം കുറെ പറയുമായിരുന്നു. അപ്പൊ പോഡ്കാസ്റ്റ് മൈക്കിൽ അത് നന്നായിട്ട് രജിസ്റ്റർ ആകും. അപ്പൊ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഒന്നും പറയാൻ വന്നല്ല ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ശ്രദ്ധിച്ചു. കാരണം ബിക്കോസ് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ കേൾക്കാനും കുറച്ച് സുഖം വേണം. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാണ്. അപ്പൊ അതൊക്കെ ഞാൻ കുറെ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഇനി റെസ്റ്റ് ഓഫ് ദി ഇന്റർവ്യൂ ഞാൻ അത് ശ്രദ്ധിക്കണം. പോഡ്കാസ്റ്റ് ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് ഞാനും ആലോചിച്ചിരുന്നു. ഞാൻ ഒരുപാട് പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും. അല്ല, നല്ല കോൺവെർസേഷൻ ആണെങ്കിൽ നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ടു അഗ്രി വിത്ത് ദം, അല്ലെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അയ്യോ സത്യം 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 പറയേണ്ടി വരും. മനസ്സിലായില്ലേ? സോ അപ്പോ ഈ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷനെ പറ്റി പറയുമ്പോൾ അപർണയുടെ പോഡ്കാസ്റ്റ് ഇസ് ഓൾ അബൌട്ട് ഡീപ്പ് കോൺവെർസേഷൻസ്, ലൈക്ക് റിയൽ ആൻഡ് ഡീപ്പ് കോൺവെർസേഷൻസ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തിരിക്കുന്ന ആൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് സംസാരിക്കും. അത് ഇപ്പൊ അപർണ പറഞ്ഞ പോലെ തന്നെ അപർണയും നന്നായി സംസാരിക്കുന്ന കാരണം കൊണ്ടായിരിക്കും. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ ഒരു എന്താ പറയാ ഇന്റർവ്യൂ കിട്ടിയതിന് ശേഷം എന്റെ കുറെ പെർസ്പെക്റ്റീവ് മാറിപ്പോയി അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. അതായത് എന്റെ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ഇഫ് ഇറ്റ്സ് ട്രൂ ഐ എം സോ ഗ്ലാഡ്. ലൈക്ക് അതായിരുന്നു എന്റെ ലക്ഷ്യം. അതായത് കാണുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഡീപ്പ് കോൺവെർസേഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. സോ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, അതായത് എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺവെർസേഷൻ ചെയ്യുന്ന എല്ലാ മനുഷ്യരിൽ നിന്നും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും കാണും. നമ്മുടെ ശത്രുവിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും കാണും. അതുകൊണ്ട് തന്നെ എനിക്ക് ഐ തിങ്ക് ഒരു 24-25 എപ്പിസോഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ഒരു ഓർമ്മ. കറക്റ്റ് എനിക്ക് അറിയില്ല, ഓർക്കുന്നില്ല. പക്ഷെ ആ വന്ന എല്ലാവരിൽ നിന്നും ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. അത് ടു ബി വെരി ഫ്രാങ്ക്. പക്ഷേ അനന്തരാമന്റെ എപ്പിസോഡ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞില്ലേ, അതെനിക്ക് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് വീഗനിസത്തിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഭയങ്കര ബ്ലാക്ക് സോണിൽ കിടക്കുന്ന ഒരു ഒപ്പീനിയൻ ആയിരുന്നു. ബിക്കോസ് വീഗൻ ആണെന്ന് പറഞ്ഞിട്ട് they will not use any animal products like ഫുഡിൽ ഡയറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യില്ല, നോൺ വെജ് ഒന്നും കഴിക്കില്ല, ഹണി പോലും യൂസ് ചെയ്യില്ല. അങ്ങനെ ആനിമൽ ബേസ്ഡ് ഫുഡ് ഒന്നും കഴിക്കില്ല. പക്ഷെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. അതില് ലിപ്സ്റ്റിക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് അതെ അത് അനിമൽ ബൈ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ലെതർ പ്രൊഡക്ട്സ്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ഡെയിലി ലൈഫിൽ ഫുഡ് അല്ലാതെ വരുന്ന ആനിമൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഈ വെഗനിസം എന്ന് പറയുന്നത്? അപ്പൊ അതിൽ എന്ത് പോയിന്റ് ഇരിക്കുന്നു? അവര് ചുമ്മാ ഹിപ്പോക്രറ്റ്സ് അല്ലേ അവരും എന്ന്, അതായത് അവര് പാർഷ്യൽ ആയിട്ടല്ലേ അവര് ഫോളോ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് മറ്റുള്ളവരോട് എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇതായിരുന്നു അപർണയുടെ എന്റെ തോട്ട്. അപ്പൊ അനന്തരാമൻ പറഞ്ഞു അങ്ങനെ കാണരുത്, എല്ലാത്തിനെയും ഒരു ഗ്രേ സോണിൽ കാണാൻ പഠിക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ജീവിതത്തെ കാണാതെ ഗ്രേ ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ലൈക്ക് അതിനുള്ളൊരു ഇത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും അവർ അനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അത്രയും അനിമൽസിനെ എങ്കിലും ഹാം ചെയ്യാതിരിക്കുന്നുണ്ടല്ലോ, ബാക്കി നമുക്ക് വിടാം, കുഴപ്പമില്ല. ഇത്രയും മൊത്തം യൂസ് ചെയ്യുന്നതിലും നല്ലത് കുറച്ചെങ്കിലും യൂസ് ചെയ്യാതിരിക്കുന്നതാണല്ലോ എന്ന് പുള്ളി പറഞ്ഞപ്പോ ശരിയാണ്, എങ്കിൽ അങ്ങനെ ആട്ടെ, ഉപകാരമാണല്ലോ ഉപദ്രവത്തിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ കാണാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്കും അനന്തരാമനും ദൈവത്തിനെ കുറിച്ചുള്ള വ്യൂസ് ഭയങ്കര, പുള്ളി എത്തിസ്റ്റ് ആണ്, ഞാൻ ബിലീവറാണ്. ലൈക്ക് റിലീജിയൻ അല്ല, എനിക്ക് ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വാസമുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അല്ല അനന്തരാമൻ പറയുന്നത് സത്യമല്ല, ദൈവം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടും ഇല്ല. അപർണ പറയുന്നത് തെറ്റാണ്, ദൈവം ഇല്ല എന്ന് അനന്തരാമനും പറഞ്ഞിട്ടില്ല. സോ ടു ഹാവ് ദാറ്റ് സ്പേസ് ബിറ്റ്വീൻ ടു പേഴ്സൺ, അത് ഭയങ്കര അടിപൊളിയാണ്. അതെനിക്ക് മനസ്സിലായി. ലൈക്ക് ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ വിശ്വസിക്കണം എന്നില്ല. എന്റെ സ്പിരിച്വാലിറ്റി ആയിരിക്കില്ല മറ്റൊരാളുടെ സ്പിരിച്വാലിറ്റി. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പുള്ളിയുടെ പോഡ്കാസ്റ്റിൽ, അത് പുള്ളിയുടെ ചാനൽ കാണുന്ന ആർക്കായാലും മനസ്സിലാകും. Yeah, obviously. സത്യം. I'm his biggest fan. അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി ആൻസർ കേട്ടപ്പോ. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ പോഡ്കാസ്റ്റിൽ വന്ന എല്ലാവരും, ബിക്കോസ് ഞാൻ പല ഫീൽഡിലുള്ള ആളുകളെ വിളിക്കാറുണ്ട്, ലൈക്ക് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും വിളിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര
ഫാസിനേറ്റിംഗ് ആണ്. കാരണം നമുക്ക് എല്ലാം പോയി ബുക്കിൽ വായിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിച്ചോ അറിയാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു മനുഷ്യൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തരുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് അതിനോടൊരു ശ്രദ്ധയും ക്യൂരിയോസിറ്റിയും ഒരു ആഗ്രഹവും ഒക്കെ വരും. തീർച്ചയായിട്ടും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ ഭയങ്കര ഒരു ഡ്രീം ആയിട്ട് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഇയാളെ ഈ ഒരു പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരിയെ കൊണ്ടുവരണം, എന്നിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാകും. 3 പേരുണ്ട്. ലാലേട്ടൻ, രാജുവേട്ടൻ, സുധാമൂർത്തി. ഭയങ്കര പൃഥ്വിരാജ് ഫാനാണല്ലേ? അത്യാവശ്യം നല്ലതായിട്ട് ഭയങ്കര ഫാനാണ്. അതിലും കൂടുതൽ ഞാൻ ലാലേട്ടൻ ഫാനാണ് ഏറ്റവും ടോപ്പ്. പിന്നെ രാജുവേട്ടൻ, പിന്നെ സുധാമൂർത്തിനെ കൊണ്ടുവരണം. എന്തായാലും അത് ഉടനെ തന്നെ കിട്ടട്ടെ. പഠിക്കുന്ന സമയത്തൊന്നും ഒന്നും അങ്ങനെ ഇതാക്കിയിട്ടില്ല. പക്ഷെ കോവിഡ് ആയ സമയത്ത് കുറെ പിന്നെയും ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങി. ആ സമയത്താണ് പുള്ളിക്കാരിയുടെ ഒരു ബുക്ക് വായിച്ചപ്പോ അതിനകത്ത് ഇങ്ങനെ ദൈവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് മുകളില് ആകാശത്ത് എവിടെയോ ദൈവം ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്നല്ല, നമ്മൾ കാണുന്ന മനുഷ്യരിലാണ് ദൈവം ഉള്ളത്. അങ്ങനെ ഒരു പുതിയ പെർസ്പെക്റ്റീവ്, ഈ ദൈവത്തെ കുറിച്ച് പുതിയ പെർസ്പെക്റ്റീവ് തരുന്ന എല്ലാവരോടും എനിക്ക് ഭയങ്കര ഇതാണ് വെച്ചാൽ, കാരണം നമുക്ക് അറിയില്ലല്ലോ, ആൻസർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോ എല്ലാരും പിന്നെ പുള്ളിക്കാരി പല വ്യൂസും, അതായത് ഫെമിനിസം എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് മുന്നേ ഫെമിനിസം എന്താണെന്ന് കാണിച്ചു തന്ന ആളാണ് പുള്ളിക്കാരി. അതായത് ആ ഒരു കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയി. ആ സമയത്ത് ആ കോളേജിൽ ഒരൊറ്റ സ്ത്രീ പുള്ളിക്കാരിയായിരുന്നു. ഒരു വുമൻസ് വാഷ്റൂം പോലും ഇല്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരി അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനടുത്ത് ജോലി വിട്ടോ, ഞാൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് കമ്പനി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഫോസിസ് ഉള്ളത്. ലൈക്ക് അതൊക്കെ ഇപ്പോഴാണ് മാറി വരുന്നത്. അതായത് ആണുങ്ങൾ ജോലി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമാണ്. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരി ജോലി വിട്ടോ, നമുക്ക് നോക്കാം എന്ന് പറയാനൊക്കെ കാണിക്കുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തല്ലോ. ഇതാണ് ഈക്വാലിറ്റി, ഇതാണ് ഫെമിനിസം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉടനെ തന്നെ സുധാമൂർത്തിനെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിളിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ? ഇല്ല, അത് എന്നോട് ആരോ ചോദിച്ചു എന്താ ട്രൈ ചെയ്യാൻ. പിന്നെ കിട്ടത്തില്ല. ലാലേട്ടനും രാജേട്ടനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൂടെ അയക്കാൻ ഇപ്പൊ പൊതുവെ അപർണയുടെ പോഡ്കാസ്റ്റ് എല്ലാം ഭയങ്കര ക്ലീൻ ആണ്. ആർക്കും അങ്ങനെ വലിയ കുറ്റമൊന്നും പറയാനില്ല. ആണോ? കുറ്റം പറയുന്നവരുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കുറ്റം പറയുന്ന കാര്യം. എല്ലാവരും ഒക്കെ നല്ല ഒരു പോഡ്കാസ്റ്റ്, അങ്ങനെ വേറെ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. എന്താ അതിന്റെ സീക്രട്ട്? അപ്പൊ അങ്ങനെയല്ല, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തിരുന്ന ചാനൽ, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആ ചാനലിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. പക്ഷെ അവിടെ മറ്റുള്ള ചാനലുകളിൽ, അതായത് വേറൊരാളുടെ ചാനലിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് വ്യൂസ് കൊടുക്കണം, ബിക്കോസ് ദേ ആർ പേയിങ് അസ് അല്ലേ. അപ്പൊ അവർക്ക് നമ്മളുടെ ഇന്റർവ്യൂ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ ലൈഫ് ചോദിക്കണം. അത് ആളുകൾ അത് കാണുന്നത് കൊണ്ടും കൂടിയാണ്. അതായത് ഈ പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടും കൂടിയാണ്. പിന്നെ അറിയാലോ, ഞാൻ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അവിടെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഈ കുസൃതി ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അതൊക്കെ എനിക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ പോഡ്കാസ്റ്റിൽ തന്നെ തുടങ്ങിയത് തന്നെ. എനിക്ക് അവരെ റെസ്പെക്ട് ചെയ്യണം, അവർക്കൊരു സ്പേസ് കൊടുക്കണം, അവർക്ക് ശരിക്കും പറയാനുള്ളത് എന്താണോ അത് പറയിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പിടിച്ചത്. പിന്നെ മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ പേഴ്സണൽ ലൈഫ് ഞാൻ ചോദിക്കാറേ ഇല്ല. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കുറെ കാര്യങ്ങളൊന്നും അവരെ കുറിച്ച് പേഴ്സണലി എനിക്ക് അറിയില്ല. ചിലപ്പോ കിം കർദാഷിയനും എന്റെ ഉള്ള ഗോസിപ്പാണ് എനിക്ക് അറിയായിരിക്കും. പക്ഷെ ഇവര് അങ്ങനെ ഒന്നും ഞാൻ പോകാറില്ല. അതുകൊണ്ടാണ്. പിന്നെ നമുക്കാണെങ്കിലും നമ്മളോട് നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരില്ലേ? എന്താ കല്യാണം കഴിക്കാത്ത, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയില്ലേ, എന്താ കുട്ടികളില്ലാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ല. കുടുംബക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ നമ്മൾ മറ്റൊരാളോട് ചോദിക്കാതിരിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ എന്റെ പോഡ്കാസ്റ്റിനെ കുറിച്ച് അങ്ങനെ കുറ്റം പറയാതിരുന്നിട്ടൊന്നുമില്ല. ചില ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ചൂഴ്ന്ന് നോക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നോക്കുമ്പോഴൊക്കെ കുറ്റം ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 10% ഒക്കെ ഉണ്ടായിട്ടുള്ളൂ ലക്ലി. കണ്ടറിയാം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കേരളത്തിൽ ഓഡിയൻസ് ഭയങ്കര കൺസർവേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് കണ്ടാലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് പുതുതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപർണ വരുന്ന സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പോഡ്കാസ്റ്റ് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ സ്റ്റിൽ നല്ലതായിട്ട് എന്തായിരുന്നു പ്രസന്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഡീപ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ
ഓഡിയൻസിനെ എന്തായിരുന്നു മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് വരണം എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പബ്ലിക്കിലേക്ക് കുറച്ചെങ്കിലും എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ അത് ആരാണെങ്കിലും വരും. പിന്നെ ഞാൻ അത്രത്തോളം പബ്ലിക്കലി ഫെയിം ആയിട്ടുള്ള ആളാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഹമ്പിൾ ആവാൻ വേണ്ടി പറയുന്നതോ ഒന്നുമല്ല, എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ. ഇപ്പൊ ഒരു 10 പേരുടെ ഇടയിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അതിൽ എത്ര പേർക്ക് എന്നെ അറിയും, അല്ലെങ്കിൽ എത്ര പേര് എന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എപ്പോഴും 2 സൈഡിൽ നിന്നും ചിന്തിക്കുക എന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും 2 സൈഡിൽ നിന്നും ചിന്തിക്കുക. അതായത് നമ്മളൊരു പോഡ്കാസ്റ്റ് ഇടുന്നത് കൊണ്ട് എന്തായാലും ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോ ഓഡിയൻസിന് ഇഷ്ടപ്പെടുവോ, ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക എന്ന് നമ്മൾ ചിന്തിക്കുക. പിന്നെ എന്താ മറ്റേ സ്പൈഡർമാൻ സിനിമയിൽ പറയില്ലേ, ഡിസപ്പോയിന്റ്മെന്റ് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വലിയ വിഷമം വരില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ക്രിറ്റിസിസം വരാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകൾ വരാം. കാരണം നമ്മളും ചോദ്യം ചെയ്യുന്നവരാണ്, നമ്മളും ഓഡിയൻസ് സൈഡിൽ നിൽക്കുന്നവരാണ്. കാരണം നമ്മളിപ്പോ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ ആരുടെങ്കിലും അഭിനയം മോശമാണെങ്കിൽ നമ്മൾ പറയില്ലേ അഭിനയം കൊള്ളില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഡിസ്കഷൻസ് പോകുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരു ഇന്റർവ്യൂ കാണുമ്പോൾ അതിൽ കുറ്റം കാണുകയാണെങ്കിൽ നമ്മളും പറയുന്നതാണ്. അപ്പൊ നമുക്കും വരാം എന്ന് ഞാൻ ചിന്തിക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ അപർണ പറഞ്ഞല്ലോ, അപർണ ഫേമസ് ആണോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണോ എന്നുള്ള കാര്യം അപർണയ്ക്ക് ഉറപ്പില്ലെന്ന്. ബിക്കോസ് ഇപ്പം എല്ലാവരും ഫേമസ് ആണ്. കാരണം എല്ലാവർക്കും ഉണ്ട് ഈ പ്ലാറ്റ്ഫോം. അതെ, ഇപ്പം എനിക്ക് 1,70,000 ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഫെയിം ആവണം എന്നൊന്നും ഇല്ല. 1 മില്യൺ ഉണ്ടെങ്കിലും ഞാൻ ഫേമസ് ആണോ എന്ന് എനിക്ക് അറിയില്ല. 2 മില്യൺ ഉണ്ടെങ്കിലും എനിക്ക് ഫേമസ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഫേമസ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു പറ്റുന്നത് ലാലേട്ടൻ, മമ്മൂക്ക ആയിരിക്കും. ബിക്കോസ് ഇപ്പൊ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു സർട്ടൻ ഫോളോവേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അതെ, എന്റെ പോഡ്കാസ്റ്റ് കാണുന്നത് ചിലപ്പോ എന്റെ 1,30,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരായിരിക്കും എന്റെ പോഡ്കാസ്റ്റ് ചിലപ്പോ കാണുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ. കേരളത്തിൽ 3.5 കോടി ജനങ്ങളിൽ അതിലൊരു 1,00,000 ആളുകളാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഫേമസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ പക്ഷെ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് പറയാം. ഇപ്പോഴത്തെ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇൻഡസ്ട്രി ഉണ്ടല്ലോ കേരള, അപ്പൊ അതാ ഞാൻ പറയുന്നത്, കുറെ ആളുകൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടുണ്ടാവും. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഏതെങ്കിലും ഒരു തരത്തിൽ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പം ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ദർ ഈസ് സോ മച്ച് ഹേറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ എല്ലാവർക്കും കുറച്ചൊരു എക്സ്ട്രീം ലെവലിൽ ഹേറ്റ് പോകും. അപ്പൊ അപർണയുടെ ഒരു കാഴ്ചപ്പാടില് എന്തൊക്കെയാണ് ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടത്? ലൈക്ക് ഒരു ഐഡിയൽ ഇൻഫ്ലുവൻസർ ഇൻഡസ്ട്രി ഇൻ കേരള എങ്ങനെയായിരിക്കണം എന്ന് തോന്നുന്നത്? അങ്ങനെ എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഔട്ട്സൈഡ് കേരള ഉള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്തോ ക്രിയേറ്റേഴ്സിന്റെ അടുത്തോ കുറച്ചും കൂടി ഒരു എന്താ പറയാ പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ട് ആളുകൾക്ക്. അതായത് ഇന്ന സൗത്തിൽ നിന്ന് അല്ല നോർത്തിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസർ ഇന്ന വീഡിയോ ഇട്ടിരുന്നു, ആ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇന്ന് നെറ്റ്ഫ്ലിക്സ് ആയിട്ട് കൊളാബ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു അവരത്ര വലിയ സംഭവമാണല്ലേ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആയിട്ട് ഒരു കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒപ്പിച്ചു അങ്ങനെയുള്ളൊരു ഇതാണ്. മേ ബി അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പിന്നെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് ഇപ്പം ഗെയിൻ ഒരു പെട്ടെന്നൊരു ദിവസം നമ്മുടെ വീഡിയോ ക്ലിക്കായി ഫേമസ് ആകാനും, അല്ലെങ്കിൽ നമ്മളുടെ 2-3-4 വീഡിയോ ക്ലിക്കായി നമ്മൾക്ക് ഫോളോവേഴ്സ് വരാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ടു ബി ലൈക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതായത് ഇപ്പൊ നമുക്ക് ഫോളോവേഴ്സ് കൂടുമ്പോൾ വ്യൂസ് കൂടുമ്പോൾ നമുക്ക് ബ്രാൻഡ് കൊളാബറേഷൻസ് വരും. അപ്പൊ അതൊരു പ്രൊഫഷൻ ആക്കി, അതായത് ഫുൾ ടൈം പ്രൊഫഷൻ ആക്കി എടുക്കുമ്പോഴത്തേക്കിനും അതിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും വരും. അതിനെ നന്നായിട്ട് കാണുക, ആ റെസ്പോൺസിബിലിറ്റീസിനെ നന്നായിട്ട് കാണുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്ക് എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല. അതായത് പണ്ടത്തെ പരസ്യം എന്നുള്ള സാധനം മാറി ഇപ്പം ഇൻസ്റ്റഗ്രാം പരസ്യം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. കാരണം അതാണ് കൂടുതൽ അഫോർഡബിൾ. ബ്രാൻഡ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ റീച്ച് കിട്ടുന്നതും കൂടുതൽ എന്താ പറയാ ഒരു ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു ഏരിയാസിലാണ്. അപ്പോ ഒന്ന് ബ്രാൻഡ്സിന് റെസ്പോൺസിബിൾ ആകാം. അതായത് കറക്റ്റ് ഇപ്പൊ അവരുടെ ഒരു ഫാഷൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫാഷൻ ഇൻഫ്ലുവൻസറിന് തന്നെ അത് കൊടുക്കുക, ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെങ്കിൽ ബ്യൂട്ടി ഇൻഫ്ലുവൻസറിന് തന്നെ കൊടുക്കുക, ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറിന് തന്നെ കൊടുക്കുക. അപ്പൊ ബ്രാൻഡിന് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവാൻ പറ്റും. പിന്നെ അല്ല ഇനിയും ഏറ്റവും ഓഡിയൻസ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുന്ന ആള് ഇൻഫ്ലുവൻസർ ആയിരിക്കും, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും.
അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാം അവർ ഉപയോഗിക്കുന്നതൊന്നും റിവ്യൂ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ബ്രാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഐ നീഡ് 7 days അല്ലെങ്കിൽ ഐ നീഡ് 14 days, ഐ നീഡ് 30 days യൂസ് ദിസ് പ്രൊഡക്റ്റ്. എന്നിട്ട് പക്ഷെ അപ്പോഴും നമുക്ക് അഗ്രി ചെയ്യുന്ന സമയത്ത് ഇവരെ കുറിച്ച് നെഗറ്റീവ് പറയാൻ ഒരിക്കലും ഒരു ബ്രാൻഡും സമ്മതിക്കില്ല. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാലും ഞങ്ങളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല എന്നേ അവർ പറയുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം ട്രൈ ഔട്ട് ചെയ്യാൻ റെഡി ആവുക. അതായത് അറിയപ്പെടുന്ന ബ്രാൻഡുകളായിട്ടും അല്ലെങ്കിൽ കുറച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം അഗ്രി ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും അഗ്രിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മെയിൽ കൺഫർമേഷൻസ് പോകും. അപ്പൊ ഈ റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഈ കൺഫർമേഷൻസ് പോകണം, മനസ്സിലായില്ലേ? സ്ക്രിപ്റ്റ് അപ്രൂവ് ചെയ്യണം, എന്താ പറയാ, മെയിലിൽ കൺഫർമേഷൻ പോകണം, യെസ് ഐ അഗ്രി ടു ഡു ദിസ്, പക്ഷെ ആഫ്റ്റർ 30 days. അപ്പോഴും നമ്മളവിടെ ഒരു അഗ്രിമെന്റ് ആണ് പോകുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഗ്രി ചെയ്യുന്നതിന് മുന്നേ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചെങ്കിലും പഠിക്കുക. വലിയ വലിയ ബാഡ് റിവ്യൂസ് ഒക്കെ വന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ അങ്ങനെയുള്ള ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതാണ് ബിഹൈൻഡ് നടക്കുന്നതെന്നുള്ള ഒരു എക്സ്പോഷർ എങ്ങും കിട്ടിയിട്ടില്ല. നമ്മൾ ഇതൊക്കെ ചെയ്ത് ഫൈനലി ഫിഗർ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓഡിയൻസിന് മനസ്സിലാകും ഇന്ന കാര്യങ്ങളാണ് പുറകിൽ നടക്കുന്നത്. അപ്പോ ഇനിയും വരുന്നത് ഓഡിയൻസിന്റെ സൈഡിലാണ്. അതായത് ഇവരുടെ ജോലിയാണിത്, ഇവർ പരസ്യം ചെയ്യും. പിന്നെ ഇവർക്ക് വർക്കായ പ്രൊഡക്റ്റ്, അനുഷയ്ക്ക് വർക്കായ പ്രൊഡക്റ്റ് എനിക്ക് വർക്കാവണമെന്നില്ല. എത്ര നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും, എത്ര എക്സ്പെൻസീവ് ആണ്, എത്ര സൂപ്പർ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും അത് എനിക്ക് വർക്കാവണമെന്നില്ല. അത് എഴുതി തരാം. അത് ചിലപ്പോൾ ഡോക്ടേഴ്സ് തരുന്ന പ്രൊഡക്ട്സ് തന്നെ നമുക്ക് 7 ദിവസം ഉപയോഗിച്ചിട്ട് വർക്കാവുന്നില്ലെങ്കിൽ നിർത്താൻ പറയുന്ന പ്രൊഡക്ട്സുകളുണ്ട്, അല്ലെ? എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അതാണ് കറക്റ്റ് കാര്യം ഞാൻ പറയുന്നില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടി വൈസ് ആവുക. അതായത് ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇത്രയും പൈസ ഇവർക്ക് കിട്ടുന്നുണ്ട്, അപ്പം അവർ നന്നായിട്ടാണോ ചെയ്യുന്നത്, ഇത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഇതാവും. അപ്പം മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ ഞാനും ഒത്തിരി ആഡ് ചെയ്യുന്ന ആളാണ്. അപ്പം അതിനെ കുറിച്ച് എനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ആഡ്സ് ഞാൻ റിജക്ട് ചെയ്യുന്നുണ്ട് എന്റെ ഇതുമായിട്ട് അഗ്രി ചെയ്യാൻ. അതെ, ഇപ്പൊ ആൽക്കഹോൾ ബ്രാൻഡിന്റെ ഒരെണ്ണം വന്നായിരുന്നു, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് അവർ ചിലപ്പം നല്ല പേയ്മെന്റ് പോലും കേൾക്കാൻ ഞാൻ നിന്നില്ല, എത്രയാണ് അവർ ഓഫർ ചെയ്യുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊമോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. പിന്നെ ഫിനാൻസിന്റെ വരുമ്പം ഞാൻ ഭയങ്കര കെയർഫുൾ ആകും. ബിക്കോസ് ഫിനാൻഷ്യൽ ലോസ് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഗെയിമിംഗ് അല്ല, ഗെയിമിംഗ് ഒന്നും തിരിഞ്ഞു നോക്കാറേയില്ല. അല്ലാതെ ഇങ്ങനെ ബെറ്റിംഗ് ആപ്സും അല്ല, ഫിനാൻസ് ബേസ് ചെയ്തിട്ട് എന്ത് വന്നാലും പൈസ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അതെ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതാണ് എനിക്ക് പോലും അറിയില്ല മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് സംഭവം. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട്സ് ബേസ് ചെയ്തിട്ടുള്ള സാധനം ഞാൻ പ്രൊമോട്ട് ചെയ്താൽ അത് മണ്ടത്തരമാകും. പിന്നെ അറ്റ് എ ടൈം ഇപ്പൊ 2 months ഞാൻ ഒരു ഫേസിന്റെ ഓയിലോ ഹെയർ ഓയിലോ ഫേസ് ഓയിലോ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ 2 മാസം കഴിഞ്ഞുകൊണ്ട് അടുത്ത ഫേസ് ഓയിൽ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പൊ അത് ഞാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ഒരെണ്ണത്തിന്റെ ആഡ് ഇട്ടിരുന്നു, അത് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്താൽ എന്റെ മുഖവും പോകും, നാട്ടുകാരുടെ മുഖം പോകും, എല്ലാം മൊത്തത്തിൽ കുളവാകും. അപ്പൊ ഇല്ല എന്ന് ഒത്തിരി പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇടുന്ന ആഡുകൾ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. അല്ലാതെ എനിക്ക് പോയിട്ട് ഇന്ന് ഞാൻ ഈ ആഡ് റിജക്ട് ചെയ്തിരുന്നു കേട്ടോ, ഇന്ന് ഞാൻ ഇത് ചെയ്തിരുന്നു എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെ ചെയ്യുന്നത് നമ്മളൊരു എത്തിക്സിനെതിരെയും കൂടിയാണ്. കുറെ ഇൻഫ്ലുവൻസേഴ്സിനെതിരെ അങ്ങനത്തെ ക്രിറ്റിസിസംസ് വരാറുണ്ട്. ഒരു ദിവസം ഒരെണ്ണം പിറ്റേഴ്സ് അതേ രീതിയിലുള്ള വേറൊരെണ്ണം അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പം ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാറുള്ള ഒരാളാണ്. ഓൾസോ യു ഓൾസോ പ്രൊമോട്ട് സെൽഫ് ആക്സെപ്റ്റൻസ്. ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്നത് അതെങ്ങനെയാണ്? ഇത് രണ്ടും അതിന്റെ ബാലൻസ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ ഫുള്ളി എന്റെ കോർപ്പറേറ്റ് ജോലി മൊത്തത്തിൽ വിട്ട് ഞാൻ ഫുള്ളി ഇപ്പം ഈ എന്താ പറയാ ഈ ഫീൽഡിലാണ് നിൽക്കുന്നത്. കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ആങ്കർ എന്നുള്ള ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അടിപൊളിയാണ്, അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സും മേക്കപ്പും എല്ലാം ഉള്ളത്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ വേണ്ട, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ എന്നും ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ ഉപയോഗിച്ചൊരു സാധനമാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരു ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിരുന്നു, എന്റെ ആക്നെ എങ്ങനെയാണ് പോയത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്. അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ ആഡ് ചെയ്താൽ പോലും നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ നിർബന്ധപ്പെടില്ല. കാരണം പറ്റിക്കപ്പെടരുത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് വർക്കാവുമെങ്കിൽ മാത്രം
അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാം. മനസ്സിലായില്ല? അത് എന്ത് ഇപ്പൊ നമ്മൾ വെറുതെ പോയി ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചാൽ പോലും അത് ടെസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കളർ കൊണ്ട് ഒരാൾക്ക് ഫുൾ അലർജി, ഫേസ് ഒക്കെ നശിഞ്ഞു പോയിട്ടുണ്ട്, കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഹെയർ കളർ നമ്മൾ വാങ്ങിച്ചടിക്കാറില്ല, നമ്മൾ സലൂൺസിൽ പോയി ചെയ്യാറില്ല. അപ്പൊ എന്ത് ചെയ്താലും നമ്മൾ നമ്മുടെ കാര്യം ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ആഡ് ചെയ്തില്ലെങ്കിലും 10 പേര് വേറെ ആഡ് ചെയ്യാൻ കാണും എന്ന് വെച്ച് ഫുള്ളി ഓഡിയൻസിനെ റെസ്പോൺസിബിലിറ്റി ആക്കി വെക്കുകയല്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, നോൺ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണെന്ന് നോക്കും. പിന്നെ റിവ്യൂസ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് നോക്കും. എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ അഗ്രി ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറ്റില്ല എന്ന് തന്നെ പറയാറുണ്ട്. പിന്നെ ഈ വീഡിയോസിൽ ചിലപ്പോ ഇവർ ഇങ്ങനത്തെ കാര്യം കൂടി ആഡ് ചെയ്ത് കുറച്ച് ഹുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു നോ, ഇല്ല പറ്റില്ല, ഞാനിത് ചെയ്ത ആളല്ലല്ലോ, അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ഓക്കെയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ പറയാനായിട്ട് ഞാനിങ്ങനെ നോട്ടീസ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ചില സൺസ്ക്രീൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൽ സൺസ്ക്രീൻ തേച്ച് അതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ലൈക്ക് നമ്മുടെ ഇതുവരെ ആപ്പിൾ കട്ട് ചെയ്തിട്ട് പക്ഷെ ഞാൻ ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് ഇങ്ങനെ മുഖത്ത് ഓയിൽ വരുമ്പോ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലിനെ അബ്സോർബ് ചെയ്തെടുക്കും ബ്ലോട്ടിംഗ് പേപ്പർ. അപ്പൊ അത് സൺസ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ നല്ലൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു സൺസ്ക്രീൻ ആഡ് ചെയ്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റ് ചെയ്യാം, അത് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ, അവരെ ട്രൈ ചെയ്യൂ എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ബ്ലോട്ടിംഗ് പേപ്പറിനെ സംബന്ധിച്ച് എക്സസ് ഓയിൽ വരുന്ന പ്രൊഡക്ട്സ് നമുക്ക് ഈ ബ്ലോട്ടിംഗ് പേപ്പർ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉടനെ തന്നെ അതിലോട്ട് ഓയിൽ വരും, എക്സസ് ഓയിലുള്ള. അപ്പൊ ഈ ഓയിലി സ്കിന്നിൽ ഓയിലുള്ള സാധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അരോചകമായ വേറൊരു സാധനമില്ല. അപ്പൊ അങ്ങനെ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബെറ്റാഡിൻ വെള്ളത്തില് കുറെ സാധനം കലക്കുന്നത് ഒരിടയ്ക്ക് ട്രെൻഡ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർ കറുത്തൊരു വെള്ളം വെക്കുന്നത് അതിൽ സൺസ്ക്രീൻ വെച്ച് കളിക്കുമ്പോൾ അത് വെളുപ്പാമൽ വിറ്റമിൻ സി സെറം ഒക്കെ. വിറ്റമിൻ സി സെറം ഞാൻ എന്റെ ജീവിതത്തിൽ എന്താ പറയാ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല തോന്നുന്നു. ഒരു വട്ടം എന്തോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ പോലില്ല. വിറ്റമിൻ സി അങ്ങനെ. പിന്നെ അത് ബെറ്റാഡിൻ വെള്ളമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് ത്രോട്ട് പെയിൻ വന്നപ്പോ ഡോക്ടർ ആ വെള്ളം തന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗാർഗിൾ ചെയ്യാൻ തന്നപ്പോ ഒഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മറ്റേ ലൈറ്റ് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഇടുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിചാരിച്ചത് എന്തോ കടയിൽ നിന്ന് കിട്ടുന്ന സാധനം മഞ്ഞപ്പൊടിയാണെന്ന് മനസ്സിലായത്. നല്ലൊരു ട്രെൻഡ്. ഈ സെൽഫ് ആക്സെപ്റ്റൻസിനെ പറ്റി പറയുമ്പോ ഇപ്പൊ എല്ലാരും ഭയങ്കര എസ്തെറ്റിക് ആണല്ലോ. എസ്തെറ്റിക് ഇസ് എ തിങ് നൗ. അപ്പോ what is your definition of beauty? Like എന്താണ് ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത്? എങ്ങനെയാണ് ബ്യൂട്ടിനെ എനിക്ക് ഒരാളുടെ സ്വഭാവമാണ് അവരുടെ സൗന്ദര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരാൾ എൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ ഒരു മറ്റൊരാളോട് ഭയങ്കര നന്നായിട്ട് പെരുമാറുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് നല്ല കുട്ടിയല്ലേ, എന്ത് നല്ല ആളാണല്ലേ, അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്ക്. ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെ എന്റെ മുഖത്തോട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ പണ്ട് തൊട്ടേ ഭയങ്കര സുന്ദരിയാന്ന് എന്റെ വിചാരം. അങ്ങനെ വേണമല്ലോ, അങ്ങനെ വേണം. പിന്നെ കുറെ ചോദ്യം ചെയ്യൂ ഭംഗി. കുറച്ചു നേരം നോക്കി നിൽക്കുമ്പം മടുക്കും മുഖം കാണുമ്പോ. എന്നാലും പക്ഷെ എനിക്ക് അങ്ങനെ സൗന്ദര്യ സങ്കല്പം ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ നന്നായിട്ട്, അതായത് എത്ര സൗന്ദര്യം എത്ര വെളുപ്പോ എന്തുണ്ടായാലും നമ്മൾ എന്റെ മുഖത്ത് നോക്കി എന്നോട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ എനിക്ക് ആ മുഖത്ത് നോക്കുമ്പോ ഒരു സൗന്ദര്യവും കാണാൻ പറ്റില്ല, ഒരു ഭംഗിയും തോന്നില്ല. അപ്പൊ എന്റെ സൗന്ദര്യ സങ്കല്പം അതാണ്. പിന്നെ അതെ ബി കൈൻഡ് എന്നുള്ളതാണ്. അത് ശരിക്കും എന്താ പറയാ, എനിക്ക് അങ്ങനെ ഞാൻ എല്ലാരും ജഡ്ജ് ചെയ്യുമായിരുന്നു. അതായത് ഈ എല്ലാരും പറയും ഒരു സുന്ദരിയാന്നൊക്കെ മാറി ഇങ്ങനെ പറയുമല്ലോ നമ്മൾ സൗന്ദര്യമുള്ളവരെ കാണും. ഞാൻ അപ്പൊ എന്റെ സ്വഭാവം കൊള്ളത്തില്ല, അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പോഴാണ് ഞാൻ ലാറാ ദത്തയുടെ ഒരു സ്റ്റേജിൽ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത് കണ്ടത്. നിങ്ങൾ എന്ത് ഡ്രസ്സ് ഇട്ടിരുന്നു, നിങ്ങൾ എത്ര സുന്ദരിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നെയിൽ പോളിഷിന്റെ കളർ എന്താണ്, നിങ്ങളുടെ ഹീൽസ് എന്താ ഇട്ടിരുന്നേ, ഇതൊന്നും ആരും ഓർക്കില്ല. അന്ന് നിങ്ങൾ എങ്ങനെ പെരുമാറി അത് മാത്രമേ അവരുടെ മനസ്സിൽ എല്ലാ കാലത്തും ഓർത്തിരിക്കുള്ളൂ എന്ന് കണ്ടത് എനിക്ക് സമാധാനം. ഓക്കെ, ഞാൻ കുഴപ്പമില്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ അഫേം ചെയ്തത് അപ്പോഴാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അതായത് എന്റെ എക്സ്റേ എടുക്കാതെ തന്നെ എന്റെ എല്ലൊക്കെ കാണായിരുന്നു, അതുപോലെ വെളിഞ്ഞിട്ടായിരുന്നു. എനിക്ക് ആ ശരീരം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ. കാരണം എനിക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പവും ഇല്ല. ആരും ഒന്ന് എന്റെ കൂടി ഒന്ന് ഭക്ഷണം കഴിക്കാറില്ലേ, മെലിഞ്ഞിരിക്കുകയാണ്, എന്താ വീട്ടില് പിന്നെന്താ അങ്ങനെ കുറെ എന്താ വീട്ടിൽ അതെന്ത് വേണേലും കഴിക്കായിരുന്നു. പിന്നെ ഇങ്ങനെ എന്താ ഇത്ര ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നു, കുറച്ചുകൂടെ വണ്ണം വെക്ക്, അങ്ങനെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങിയായിരുന്നു. അപ്പൊ അപ്പോഴും ഈ ബോഡി ഷേമിങ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ
വണ്ണം വെച്ച് കഴിഞ്ഞാൽ അപർണ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമായിരിക്കും, അപർണ സിനിമയിൽ വിളിക്കാത്തത് വണ്ണം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ അല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്പോഴും വണ്ണം വെക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. പക്ഷെ എങ്ങനെയോ വണ്ണം വെച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ പൈസയൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്നല്ലേ തോന്നുന്നുണ്ടല്ലേ, അപ്പൊ ഇത്ര കാലം ഞാൻ പിന്നെ കഴിക്കാതാണോ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പ്രശ്നം. വണ്ണം വെച്ചപ്പോഴും പ്രശ്നം. പിന്നെ വണ്ണം ഇല്ലായ്ക, വെളുപ്പ് കറുപ്പ് അതിലൊന്നും ഒരു കാര്യവും ഇല്ല. ആളുകൾക്ക് പറയാൻ എന്നും എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് സൗന്ദര്യം എന്ന് എനിക്കിങ്ങനെ എഴുതിയൊരു കോട്സിലിടാൻ അറിയില്ല. സോ അപർണയുടെ പോഡ്കാസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ അനന്തരാമന്റെ കൂടെയുള്ള പോഡ്കാസ്റ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നിയ, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയ ഒരു പോഡ്കാസ്റ്റാണ് അപർണ മദറിൻലോയുടെ കൂടെ ചെയ്ത ഒരു പോഡ്കാസ്റ്റ്. ഇറ്റ് വാസ് വെരി നൈസ്. അതിനകത്ത് അപർണ വാസ് ട്രൈങ് റിയലി ഹാർഡ് ടു നോട്ട് ക്രൈ എന്ന് അത് കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ വിച്ച് മീൻസ് യു റെസ്പെക്ട് ഹെർ എ ലോട്ട്. അതിൽ ആ സംസാരത്തിലുണ്ട് ഭയങ്കര റെസ്പെക്ട് എന്നുള്ളത്. സോ ഹൗ ഡു ഷീ ഇൻസ്പയർ യു? ലൈക് ഷീ ഈസ് എ ഫൈറ്റർ. സോ അതിനെ പറ്റി സംസാരിക്കും. അതെ, പുള്ളിക്കാരി അതായത് ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്തത് അർജുനാണ്. ഞങ്ങള് ഫസ്റ്റ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇനീഷ്യൽ സമയത്ത് തന്നെ പുള്ളി ഇങ്ങനെ അമ്മയുടെ കാര്യം അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഇത്രയും. അതായത് ഞാനൊക്കെ ചെറിയ കാര്യത്തിന് തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്റെ എല്ലാം പോയി, എനിക്ക് ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ആള് ഭയങ്കര എല്ലാ പ്രശ്നത്തെയും ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് കാണുന്നത്. അതായത് എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ട് 10 മണിക്ക് രാവിലെ എങ്കിൽ ഞാൻ ഇപ്പോഴേ ടെൻഷൻ അടിച്ച് എല്ലാം കൂടെ കുളമാക്കും. കാരണം എനിക്ക് ഭയങ്കര ചുമ്മാ ഓവർ തിങ്കിങ്ങിന്റെ ഒക്കെ പ്രശ്നം. പക്ഷെ പുള്ളി അങ്ങനെയല്ല. ഇന്നൊരു പ്രശ്നം നടക്കാൻ പോവാണെങ്കിൽ പോലും നമുക്ക് ആ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ അമ്മയുടെ കാര്യം ആദ്യമായിട്ട് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടാണ് പുള്ളി ഇത്ര ഫണ്ണായിട്ട് നിൽക്കുന്നത് എന്ന് എന്നെ ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതെന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 1 വർഷം കഴിഞ്ഞാണ് അമ്മയെ പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മയെ ആദ്യമായിട്ട് കാണുന്ന സമയത്താണ് പുള്ളിക്കാരി എന്തൊരു എനർജറ്റിക്കും ആക്റ്റീവും ആണെന്നറിയോ. അപ്പൊ അതും ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. അതായത് ഈ അമ്മയുടെ നിന്നായിരിക്കും മകന് ഈ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാകുക എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പം പിന്നെ ഞാൻ കുറെ പ്രശ്നങ്ങളൊക്കെ എന്താ പറയാ ഭയങ്കര ലൈറ്റ് ആയിട്ട് കാണാൻ തുടങ്ങി. ഇത്ര കാര്യമല്ലേ ഉള്ളൂ, സോൾവ് ചെയ്യാവുന്ന, ലോകം അവസാനിക്കാൻ പോകുന്നില്ല, നിന്നെ ആരും കൊല്ലാൻ പോകുന്നില്ല, നീ ആരും ഉപദ്രവിച്ചിട്ടില്ല. അപ്പം എല്ലാത്തിനെയും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കാണാനൊക്കെ തുടങ്ങിയത് ഇത് രണ്ടുപേരും കാരണമാണ്. പിന്നെ 8 വർഷമായിട്ടാണ് പുള്ളിക്കാരി ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോ പക്ഷെ എന്നാലും ഞാൻ തലവേദനയാണ് അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സിന്റെ ക്രാംസ് ആണ്, മോള് റെസ്റ്റ് എടുത്തോട്ടോ, പിന്നെ ഞങ്ങള് ചെല്ലുമ്പോഴത്തേക്കിനും ചായ ഉണ്ടാക്കി തരട്ടെ, ഫുഡ് കഴിക്കാൻ മീനുണ്ട് കേട്ടോ, മീൻ വറുത്തൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അവര് നോക്കുന്നത്. അതായത് അമ്മയും അച്ഛനും കൂടി നോക്കുന്നത്. അപ്പോ പിന്നെ അമ്മയുടെ അച്ഛന്റെയും ബന്ധം കാണുമ്പോൾ എന്തായാലും സ്നേഹത്തിന്റെയും റെസ്പെക്ടിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരുപാട് മനസ്സിലാവും. അതായത് ആ അച്ഛനാണ് അമ്മയുടെ ഏറ്റവും വലിയ എന്താ പറയാ ബലം, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്രത്തോളം ശക്തിയാണ് എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ അവരിൽ നിന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നതിന് ശേഷം വാട്ട് വാസ് ഹെർ റിയാക്ഷൻ? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒത്തിരി പേര് വിളിച്ചു അമ്മയെ. പിന്നെ ഞങ്ങള് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, പോഡ്കാസ്റ്റ് കണ്ടിരുന്നു എന്നൊക്കെ അമ്മയോട് ഒരുപാട് ഇങ്ങനെ റാൻഡമായിട്ട് ആരോ വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് ഞങ്ങള് പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കരയത്തില്ല കേട്ടോ. അതായത് നമ്മളിവിടെ ഒരാളെങ്കിലും കാണുവാണെങ്കിൽ അവർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കരയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ഞങ്ങൾക്ക് കമന്റ്സിലൊക്കെ വന്നു. ഇത് കണ്ടപ്പോ ഒത്തിരി എന്താ പറയാ ഒരു ധൈര്യം വന്നു മനസ്സിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് എന്നൊക്കെ അമ്മയോട് ഒക്കെ അമ്മയെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. ആൾക്കാണെങ്കിലും ഓക്കെ അറ്റ്ലീസ്റ്റ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരാളിലെങ്കിലും ഒരു എന്താ ഒരു ധൈര്യം കൊടുക്കാൻ പറ്റിയെങ്കിൽ ഭയങ്കര സന്തോഷം എന്നുള്ള ഒരു. ഈ പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഐഡിയ അപർണയുടെ തന്നെ ഐഡിയ ആയിരുന്നു? അതെ, ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ റാൻഡമായിട്ടിരുന്ന് സംസാരിച്ച സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച സമയത്താണ് ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോ അതില്ലേ ഞാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നല്ലതായിരിക്കും, ഇത് നല്ലതായി, ഇങ്ങനെ ഉപകാരം ഉണ്ടാവും ആളുകൾക്ക്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പോ എങ്കിൽ ചെയ്യാം എന്ന് ആള് ഭയങ്കര റെഡി ആയിരുന്നു. ആദ്യം ഒന്നിനോ പറഞ്ഞെങ്കിലും പിന്നെ നമ്മളിങ്ങനെ
ഇങ്ങനെ നമുക്ക് ചെയ്യാൻ നല്ലതായിരിക്കും, അപ്പൊ സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വാതുറന്നെങ്കിൽ നൃത്തത്ത് പോലില്ല, അതുപോലെ വർത്താനം. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സമയം എടുത്തു, ഒരു 3 മാസമൊക്കെ എടുത്തു, ഒരു സമയം സന്ദർഭമൊക്കെ ഒന്ന് ഒത്തുവരാനായിട്ട്. അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുസൃതി ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കേട്ടോ. അവരുടെ പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഇന്റർവ്യൂവില്. സൂര്യനെ അമ്മ സ്കൂളിൽ വിടുന്നില്ല, കാരണം എന്ത്? അയ്യോ, എനിക്കറിയാം. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവമേ, അന്ന് ചോദിച്ചവരുടെ ഒക്കെ പ്രാക്കാണോ, ഇന്ന് ആ ബുദ്ധി എനിക്ക് തലയിലില്ല എന്നൊക്കെ അങ്ങനെ എടുത്ത് കളഞ്ഞു. ഉത്തരം അറിയോ? ഞാൻ പറയുന്നത് സൂര്യനെ അമ്മ സ്കൂളിൽ വിടുന്നില്ല, കാരണം എന്ത്? സൂര്യനുമായിട്ട് സൺഡേ ആയിരുന്നോ? അതൊന്നല്ല, അങ്ങനെ സൂര്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാ. അതാ നല്ലൊരു ഉത്തരമല്ല, പക്ഷെ എന്നാലും അങ്ങനെയല്ല. എനിക്ക് പറഞ്ഞു ഉത്തരം സൂര്യന് ഡിഗ്രി ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ സ്കൂളിൽ വിടുന്നെന്ന്. ഇത് ആക്ച്വലി അവരുടെ 2022 ഒരു ഇന്റർവ്യൂല് ചോദിച്ചതാണ്. സോറി, ഇറ്റ്സ് ഓക്കെ. അപ്പോ ഇപ്പൊ 2025 വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്രിഞ്ച് ക്ലീഷേ ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ കുസൃതികളൊക്കെ പോയി. സോ ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അല്ല, ഇപ്പോഴും എനിക്ക് കുസൃതി ചോദ്യമൊക്കെ ഇഷ്ടമാട്ടോ, ചോദിക്കും. ഇഷ്ടമാണ്, പക്ഷെ ഫണ്ണാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊമോഷന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കും ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂ ഒക്കെ തരാനായിട്ട്, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂസ് ഒക്കെ തരാൻ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ട്, ചോദിച്ചോട്ടെ എന്ന് അവർ പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കാനും, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാനും ഉള്ളൊരു സ്പേസ് ഉണ്ട്. പക്ഷെ അല്ലാതെ അവരിങ്ങനെ തിരക്കിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുസൃതി ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ അവരെ എന്തോ റെസ്പെക്ട് ചെയ്യാത്ത പോലെ എനിക്ക് പിന്നീട് ഫീൽ ചെയ്തു തുടങ്ങി. അതായത് എനിക്ക് ഒരു നല്ലൊരു ആക്ടർ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്ന സമയത്ത് ഞാൻ ഒരുപാട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവസാനം 5 മിനിറ്റ് ആണ് ഞാൻ ഈ കുസൃതി ചോദ്യത്തിന്റെ എപ്പിസോഡ് വെച്ചിരുന്നത്. അപ്പോഴത്തേക്കിന് പുള്ളിയോട് ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ട്, പുള്ളിയുടെ എക്സ്പ്രഷൻ അങ്ങ് മാറി. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, പുള്ളി ആകെ 15 മിനിറ്റ് തന്നു, 10 മിനിറ്റ് നല്ല ചോദ്യം ചോദിച്ചിട്ട് 5 മിനിറ്റ് ഞാൻ കുസൃതി ചോദിച്ചപ്പോൾ പുള്ളിക്ക് സമയവും ഇല്ല. ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് പുള്ളി ഇരുന്നത് തന്നെ. അപ്പൊ എനിക്ക് ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു. അപ്പോൾ തൊട്ട് എനിക്ക് എന്തോ വേണ്ട അല്ലേ, ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല. എന്നിട്ട് ആക്ടറിനോട് പറഞ്ഞോ? അത് ഇല്ല, പറയാൻ പറ്റിയിട്ടില്ല. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. അന്ന് അങ്ങനെ പറ്റിപ്പോയി. അന്ന് ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ എന്നെ കണ്ട മനസ്സിലാവത്തില്ല. അതിന്റെ അനിയത്തി വെള്ള തലേ വെക്കാം ഇവിടെ ഇല്ല സ്ഥലത്തിൽ. വെള്ള തലേ വെക്കാം, നല്ല ഐഡിയ, താങ്ക് യു. അപ്പോ അങ്ങനെ ആണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചാനലിൽ നിന്ന് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ടും ഞാൻ കുസൃതി ചോദ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സന്ദർഭം നോക്കിയിട്ടായിരുന്നു. പിന്നെയാണ് പോഡ്കാസ്റ്റ് തുടങ്ങാം, ആൾക്കാർക്ക് വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആണ് ശരിക്കും കുസൃതി ചോദ്യം ചോദിക്കുന്നത് എൻജോയ് ചെയ്തിരുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ 4 ആൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആ കുസൃതി ചോദ്യം ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. പക്ഷെ നമുക്ക് കിട്ടിയ പിടിവള്ളിയിൽ നമ്മൾ പിടിച്ചിട്ട് നമുക്ക് എന്താവണം എന്നുള്ളതിലേക്ക് കയറുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഞാനന്ന് ഉള്ള സാധനം യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനൊരു സാധനം തുടങ്ങാം എന്ന് വിചാരിച്ച്. ഞാനിത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ പൊതുവെ ഇതുപോലത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്കാരൻ അപർണേനെ റോസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ മണ്ടത്തരം പറയുമ്പോൾ എന്നെ കളിയാക്കാറുണ്ട്, പക്ഷെ ഞാൻ ഭാര്യ ആയതുകൊണ്ട് അവൻ എന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ നോക്കിയാൽ മതി, കുഴപ്പമില്ല. സോ വാട്ട് ഈസ് സംതിങ് യുനോ ഇൻ യുവർ ലൈഫ് അത് പബ്ലിക് ഒരിക്കലും കാണില്ല എന്ന് ഉറപ്പുള്ള ഒരു സൈഡ് എന്താണെന്ന് പറയാം? ഒന്നും ഇല്ല. ഞാൻ ഭയങ്കര മടിച്ചിയാണ്, അതാരും കാണത്തില്ലേ, കാണുമ്പോ ഭയങ്കര വർക്കഹോളിക്. അതെ, ചുമ്മാ വെറുതെ എന്തൊക്കെയോ കളിച്ചു. ഭയങ്കര മടിയാണ് ആളുകൾ കാണാൻ. അതെ, അതായിരിക്കും. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറയാം, അല്ലാതെ എനിക്ക് ഒന്നുമില്ല. പിന്നെ ഞാൻ ഭയങ്കര വിഷമമാണെങ്കിൽ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാറുള്ളൂ. അതെന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലേ, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ അത് ഇഷ്ടമാണ്. അതുകൊണ്ട് എത്ര വിഷമമുണ്ടെങ്കിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുള്ളൂ. സോ ഈ ഒരു നിങ്ങൾ മാരേജിന് ശേഷം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു സെലിബ്രിറ്റി കപ്പിളാണ് എന്തൊക്കെ പറഞ്ഞാലും, ബിക്കോസ് പീപ്പിൾ ഫോളോ യു, റൈറ്റ്? അർജുൻ ഹാസ് എ ലോട്ട് ഓഫ് ഫാൻസ്, യു ഹാവ് എ ലോട്ട് ഓഫ് ഫാൻസ്, ആൻഡ് പീപ്പിൾ ആർ കോൺസ്റ്റന്റ്ലി ലുക്കിംഗ് അറ്റ് യു. നിങ്ങൾ എന്താ ചെയ്യുന്നത്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പോൾ യു ഹാവ് യുവർ മാരേജ്, ദെൻ യുവർ പേഴ്സണൽ സ്പേസ്, പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് ആളുകളുടെ ഒരു അറ്റൻഷൻ. ഇതിങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റൂൾസ് ഉണ്ടോ?
അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ പൊതുവെ ഇപ്പൊ ഞങ്ങളെ റിലേഷൻ ആയി കഴിഞ്ഞ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത് തന്നെ. അതെന്താന്ന് വെച്ചാൽ കല്യാണം ആകാറായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ചിട്ട് പറയുന്നതിൽ നല്ലത് ഇങ്ങനെ ഉണ്ട്. അത് ബിക്കോസ് അർജു ഇങ്ങനെ സിംഗിൾ ആണ് സിഗ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നതുകൊണ്ടാണ് പറയാമെന്ന് വെച്ചത്. കാരണം അല്ലെങ്കിൽ കാരണം അത് ഞങ്ങള് ആക്ച്വലി എന്തോരം മീൻസ് അതിന്റെ ഭയങ്കര ഫണ്ടായിരുന്നു. ഒത്തിരി ചിരിച്ചു. കാരണം ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞു നീ മര്യാദക്ക് നീ അവൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത്, ഒന്നെങ്കിൽ ബിഗ് ബോസിൽ പോണം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോണം പെണ്ണ് കിട്ടണമെങ്കിൽ എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞോണ്ടിരുന്നത്. അപ്പോഴേ ഞാൻ പറയും വേണ്ട വേണ്ട നിനക്ക് തന്നെ പണിയാണ് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ അതൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമാണ്. കാരണം പുള്ളിയുടെ ഒരു രീതി അങ്ങനെയാണ്. സിംഗിൾ ആണെന്നും പറഞ്ഞാണ് ആദ്യം തൊട്ടേ പറഞ്ഞോണ്ടിരുന്നത്. നമുക്ക് പെണ്ണില്ല പെണ്ണില്ല എന്ന് പറയുന്നത് ഒരു വലിയ കമ്മ്യൂണിറ്റി. 1.5 വർഷം നിങ്ങൾ പ്രേമിച്ചു എന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്കും ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണല്ലോ. ഷസാമിന്റെ ഒക്കെ ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് ഒക്കെ പുറത്തു വന്നതാണ്. അതെ അതെ. അല്ല ഞാനും ഷസാമും തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന് ഒരിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഞാനും എന്റെ ആദ്യത്തെ ഭയങ്കര ക്ലിക്കായ ഇന്റർവ്യൂ ഷസാമും ഞാനും കൂടി ഉള്ളതാണ്. അതിനുശേഷം ഞാനും ഷസാമും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ 2-3 ഇവന്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴും ഇവിടെയോടത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോഴൊക്കെ ആളുകൾ കണ്ടപ്പോ എല്ലാരും വിചാരിച്ചു ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. കാരണം ഷസാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുള്ളിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആരാന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഇവിടെയൊക്കെ കമന്റ് വരുമായിരുന്നു ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഷസാമിന് ഒരു കാര്യം അറിയോ നമ്മള് തമ്മിൽ റിലേഷൻ ആണ് എല്ലാവരും പറയുന്നത് പറഞ്ഞപ്പോ ഇല്ല അവരുടെയൊക്കെ വേറൊരാളുണ്ട് എനിക്കും വേറൊരാളുണ്ട് എന്ന് പറഞ്ഞത് പിന്നീട് അത് അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ എടുത്തതാ. അത് ഏതോ ബുദ്ധിമാൻ ഓർത്തിരുന്നു തോന്നുന്നു. പക്ഷെ നല്ലൊരു എഡിറ്റ് ആയിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ അങ്ങനെ റൂൾസ് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പൊതുവെ എന്താ പറയാ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരാ. ഞങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫോർമാളിൽ കാണാം അല്ലെങ്കിൽ ലുലുവിൽ കാണാം, എല്ലായിടത്തും ഞങ്ങൾ കാണും. ഞങ്ങൾ മോൾസിൽ ഒത്തിരി പോകാൻ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പൊ അവിടെയൊക്കെ കാണാം. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് അറിയിക്കാനോ കാണിക്കാനോ വേണ്ടി ഒന്നും ചെയ്യാറില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കുന്നില്ലെന്ന്. അതുകൊണ്ടല്ല, പുള്ളി എന്റെ ഇന്റർവ്യൂവിൽ തന്നെ വന്നിട്ട് എന്ന് പറയുന്ന ആള് വേറൊരിടത്ത് പോയിട്ട് എന്താ പറയാനാ. ഞാൻ തന്നെ ഒരു വിധത്തിലായി 15 മിനിറ്റ് എത്തിച്ചു. ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ മറ്റേ വാചാലനാണ്. പക്ഷെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് പിന്നെ റോസ്റ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാലും മനസ്സിലാകും. അധികം വാക്കുകളൊന്നും പറയില്ല. കുറച്ച് വാക്കുകളൊക്കെ ആയിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. അവിടാണ് നമുക്ക് കൊള്ളുന്നത്. നമ്മളങ്ങനെ വീട്ടിലെന്തെങ്കിലും വിടുത്തൊക്കെ പറയും ഒറ്റ വാക്കി നമ്മൾ അത് ഒറ്റ വാക്ക് പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് അങ്ങനെ റൂൾസ് ഒന്നുമില്ല. സോ ഫൈനലായിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ ഇനിയുള്ള ഡ്രീംസ് എന്നൊക്കെ? അർജു ഇപ്പൊ സിനിമ ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ആവാൻ പോവാണ്. അത് നന്നായിട്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അർജു ഭയങ്കര ഹാർട്ട് ആൻഡ് സോൾ കൊടുത്താണ് ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് വരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അർജുന്റെ ഡയറക്ഷൻ ആഗ്രഹമുണ്ട്. അപ്പൊ നന്നായിട്ട് ഡയറക്ടർ ആവട്ടെ, എന്നിട്ട് എനിക്ക് നെപ്പോട്ടിസം വഴി ഞാൻ സിനിമയൊക്കെ കയറട്ടെ. അങ്ങനെയല്ല, എനിക്ക് ചെറുപ്പത്തിൽ തൊട്ടേ സിനിമയിൽ വരണം എന്ന് ഭയങ്കര ആഗ്രഹം. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ സിനിമ പ്രേമികളാണ്. അയ്യോ അതെ അതെ, എല്ലാ പടത്തിനും പോകും, മിക്ക പടത്തിനും പോകും. പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഫോർമോളിലും അല്ല ഞങ്ങൾ ചുമ്മാ തെണ്ടിത്തിരിയാനും വരാറുണ്ട്, ചുമ്മാ ഇറങ്ങാറൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ സിനിമ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പൂവണിയിട്ടെ എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം കോണ്ടന്റ് ക്രിയേഷനിലാണെങ്കിലും ഇപ്പൊ കേരളത്തിൽ മാത്രമല്ലേ ഞാൻ ക്രിയേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഒക്കെ ആയി അവിടുന്ന് കൂടെ തെറിവിലേക്ക് കിട്ടേ. Okay, anyways, thank you so much. It's an amazing conversation. അപർണ പറഞ്ഞ പോലെ തന്നെ അപർണയ്ക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. ലാലേട്ടൻ പോഡ്കാസ്റ്റിന് വരട്ടെ, പൃഥ്വിരാജ് വരട്ടെ, സുധാമൂർത്തി വരട്ടെ, നാഷണൽ ലെവലിലേക്ക് ഇൻഫ്ലുവൻസർ ആയിട്ട് വളരാൻ പറ്റട്ടെ. അവിടെ അതെ, പീപ്പിൾ ആർ നോട്ടിസിങ്, റൈറ്റ്? അതാണ് കാര്യം. അറ്റ്ലീസ്റ്റ് അവരുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം എടുത്ത് നമ്മളെ തെറി വിളിക്കുന്നുണ്ടല്ലോ. അതായത് നമുക്ക് സമയമാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും കുറവായിട്ടുള്ളത്. ആ ഇല്ലാത്ത സമയത്ത് നിന്ന് സമയം എടുത്ത് ടൈപ്പ് ചെയ്ത് ആലോചിച്ച് കഷ്ടപ്പെട്ട് നമ്മളെ തെറി വിളിക്കുന്നെങ്കിൽ അത് നമ്മളാണെങ്കിൽ റിപ്ലൈ കൊടുക്കില്ല. റിപ്ലൈ
കൊടുക്കുക കേട്ടോ. ഒരു പുള്ളി എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോയിൽ വന്നിട്ട് എന്തോ കമന്റ് ഇട്ടു, അയ്യെ തളച്ചി നോക്കണോ. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം അത് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ സാധാരണ അക്കൗണ്ട് ഒന്നും എടുത്ത് നോക്കാറുള്ളതല്ല. ആ അക്കൗണ്ട് ഞാൻ എടുത്തു നോക്കിയപ്പോ പാവത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 ദിവസമായിട്ടില്ല, എന്നിട്ട് എന്നെ തെറി വിളിക്കാൻ സമയം എടുത്ത് ഇട്ടിരിക്കുന്നു. അപ്പൊ തന്നെ ഞാൻ പോയിട്ട് പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചു, എന്തിനാണ് താങ്കളുടെ ഭർത്താവ് ഇങ്ങനെ മറ്റുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിൽ പോയി തളച്ചി എന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് അതിന്റെ സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ അലിഗേഷൻസ് ഒന്നാകും. പിന്നെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പോ പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്, അമേസിംഗ് ഇന്റർവ്യൂ. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഷുവർ.